أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هذا يوم لا ينطقون ولا يؤذن لهم فيعتذرون ويل يومئذ للمكذبين. هذا يوم الفصل جمعناكم والأولين فإن كان لكم كيد فكيدون ويل يومئذ للمكذبين. സദഖല്ലാഹു അൽ-അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുർസലാത്തിലെ 35 മുതൽ 40 കൂടിയ ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ യൗമു ലാ യൻതിഖൂൻ. ഹാദാ, ഇത്. യൗമുൻ, ഒരു ദിവസമാണ്. യൗമു, ദിവസമാണ്. ലാ യൻതിഖൂന, അവർ മിണ്ടാത്ത, അതായത് അവർക്ക് മിണ്ടാൻ പറ്റാത്ത ദിവസമാകുന്നു ഇത്. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. വലാ യുഅ്ദനു ലഹും, അവർക്ക് അനുവാദം ഉണ്ടാവുകയില്ല. ഫയഅ്തദിറൂൻ, അങ്ങനെ ഉദ്ർ കണ്ടെത്താൻ, ന്യായങ്ങൾ കണ്ടെത്താൻ അവർക്ക് അനുവാദവും ഉണ്ടാവുകയില്ല. വൈലുൻ, നാശം, യൗമൈദിൻ, അന്നത്തെ ദിവസം, ലിൽ മുക്കദ്ദിബീൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കാണ്. ഹാദാ യൗമുൽ ഫസ്ല്, ഇത് വിധിയുടെ ദിവസമാണ്, വേർതിരിക്കലിൻ്റെ ദിവസമാണ്. ജമഅനാക്കും, നിങ്ങളെ നാം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. വൽ അവ്വലീൻ, മുൻഗാമികളെയും, നിങ്ങളെയും മുൻഗാമികളെയും ഒരുക്കി നിർത്തിയിരിക്കുകയാണ്, ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് യൗമുൽ ഫസ്ലാണ്, വിധി നിർണയിക്കുന്ന, സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിവസമാകുന്നു ഇന്ന്. ഫൈൻ കാന ലക്കും, നിങ്ങൾക്കുണ്ടെങ്കിൽ, കൈദുൻ, വല്ല തന്ത്രവും, നിങ്ങൾക്ക് വല്ല തന്ത്രവും കൊണ്ടുവരാനുണ്ടെങ്കിൽ, ഫക്കീദുൻ, നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചോളൂ, നിങ്ങൾ തന്ത്രം കൊണ്ടുവന്നോളൂ. വൈലുൻ യൗമൈദിൻ ലിൽ മുക്കദ്ദിബീൻ. വൈലുൻ, നാശം, യൗമൈദിൻ, ഇന്നത്തെ ദിവസം, അന്നത്തെ ദിവസം, ലിൽ മുക്കദ്ദിബീൻ, കളവാക്കുന്നവർക്കാണ്, നിഷേധിക്കുന്നവർക്കാണ്. കഴിഞ്ഞ ആയത്തുകളിൽ നരകത്തിലുണ്ടാകുന്ന തീപ്പൊരികളെ സംബന്ധിച്ചും, ആ തീപ്പൊരി തുപ്പിക്കൊണ്ടിരിക്കുന്ന നരകം മഞ്ഞ നിറത്തിലുള്ള ഒട്ടകമാണ് എന്ന് ദൂരത്തുനിന്ന് നോക്കിയാൽ തോന്നുമാർ ആ ഒരു നിറം, ഭീകരമായ ഒരു നിറം അവിടെ കാണാമെന്നും സൂചിപ്പിക്കേണ്ടത്. ഇവിടെ വീണ്ടും അല്ലാഹു ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. ഹാദാ യൗമു ലാ യൻതിഖൂൻ, ഇന്ന് മിണ്ടാട്ടമില്ലാത്ത, മിണ്ടാൻ പറ്റാത്ത ദിവസം. വലാ യുഅ്ദനു ലഹും, അവർക്ക് അനുവാദമില്ല. ഫയഅ്തദിറൂൻ, അവർക്ക് ഉദ്ർ കൊണ്ടുവരാൻ വേണ്ടി. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ താൻ നിസ്സാരനെന്ന് കരുതുന്ന, ശത്രുപക്ഷത്തുണ്ടായിരുന്ന വിശ്വാസികളായ ആളുകൾ അവിടെ സൗഭാഗ്യങ്ങൾ
നൽകപ്പെട്ട് ആദരിക്കുന്ന ദിവസം. അതേപോലെ തന്നെ തൻ്റെ അഥവാ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്നതാകട്ടെ നിന്ദയും ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരുന്ന പരിതാപകരമായ ഒരു ദിവസം. ശിക്ഷ വൈവിധ്യമാർന്ന രൂപത്തിലാണ് ഇവിടെ അള്ളാഹു വരച്ച് കാണിക്കുന്നത്. നാണം കെടുത്തലാണ് അതിലൊന്നും. പ്രമുഖ സാക്ഷികൾക്ക് മുമ്പിൽ അള്ളാഹു അവരെ നാണം കെടുത്തും. തെറ്റുകളും കുറ്റങ്ങളും പരസ്യമാക്കുക, വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നതിനേക്കാളും തീയിട്ട് ചുടുന്നതിനേക്കാളും ഒക്കെ കഠിനമായ ഒരനുഭവമായിരിക്കും സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സന്ദർഭം. മിണ്ടാത്ത ദിവസമാണെന്ന് ഇവിടെ പറഞ്ഞത് അന്ത്യനാളിൽ രക്ഷിതാവുമായി തർക്കിക്കുമെന്നും അതേസമയം അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനൊന്നും ഇവിടെ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കാത്ത ദിവസം എന്നാൽ അവർ ന്യായം പറയാത്ത ദിവസം എന്നാണ് അർത്ഥം. ന്യായം എന്ന് പറഞ്ഞാൽ ന്യായീകരണം, അതില്ലാത്ത ദിവസമാണ്. സ്വന്തം ചെയ്തികളെ അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ അവർക്കിട്ട് കഴിയുന്നുമില്ല. അപ്പം ന്യായം പറയാനില്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായും മിണ്ടാത്ത ദിവസമാവും. അവർക്കൊന്നും മിണ്ടാനില്ല. നേരത്തെ ഈ ദുനിയാവെന്നാണെന്ന് വിചാരിച്ചാൽ അവരെല്ലാത്തിനും തർക്കിച്ചുകൊണ്ട് കുതർക്കികളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഇതവിടെ നടക്കൂല. അപ്പം ഇങ്ങനെ ഒന്നും പറയാനാവാതെ മിണ്ടാതെ നിൽക്കുന്ന അഥവാ ന്യായവാദങ്ങൾ നിരത്താനില്ലാതെ സ്വന്തം മൗനത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ദിവസമാണ് സത്യനിഷേധികൾക്ക്. വീണ്ടും അല്ലാഹു പറയുന്നു, ഹാദാ യൗമുൽ ഫസ്ൽ, ഇന്ന് വിധിയുടെ ദിവസമാണ്, വേർതിരിവിൻ്റെ ദിവസമാണ്. മുൻഗാമികളെയും നിങ്ങളെയും ഒക്കെ അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. വിചാരണ ചെയ്ത് രക്ഷയും ശിക്ഷയും തീരുമാനിക്കുന്ന ദിവസമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെയും അടിമയുടെയും കാര്യത്തിൽ ഇതിൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം സൽക്കർമ്മം ചെയ്ത ആളുകൾക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം കിട്ടും, ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും. അടിമകൾ തമ്മിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കുകയല്ല ചെയ്യാൻ. ഒരാളെ ഇവിടെ നിന്ന് അടിച്ചു, ഒരാളെ കൊന്നു, ഇങ്ങനെ ഒരാളുടെ അഭാവത്തിലെ അയാളെ സംബന്ധിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തി മാനസികമായി അയാളെ തകർത്തു. ഇതൊക്കെ വരുന്ന സമയത്ത് അള്ളാഹു അയാൾ അതിൻ്റെ പേരിൽ ഒരൊറ്റ ശിക്ഷ നടപ്പാക്കുന്നതിന് പകരമായി അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരെല്ലാവരെയും കൂട്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കും. വൈകാനലക്കും കൈതുൻ ഫക്കീതുൻ, നിങ്ങൾക്ക് വല്ല കുതന്ത്രവും ഇവിടെ നിന്നൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടും പൈസ ചിലവായിക്കൊണ്ടും അതേപോലെ തന്നെ സ്വാധീനിച്ചുകൊണ്ടും ഒക്കെ രക്ഷപ്പെടാറുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളൂ എന്ന് പറയും. അവിടെ അതൊന്നും വിലപ്പോവില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിന്ന കാര്യങ്ങൾ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരത് എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ അവരഥവാ നിഷേധിക്കുകയാണെന്ന് വിചാരിച്ച് സ്വന്തം നിഷേധിക്കാനുള്ള ശ്രമം നടത്തുകയാണെന്ന് വിചാരിച്ചാൽ അവരുടെ കയ്യും കാലും കണ്ണും കാലും ഒക്കെ തന്നെ ചെയ്ത തെറ്റുകളെ ഏറ്റുപറയും. അള്ളാഹുവിൻ്റെ അടിമകളാണ് നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളും, അവരവിടെ വെച്ചത് ഏറ്റുപറയും. അപ്പോൾ സത്യത്തിൽ ഉണ്ടാവുക ആ വിചാരണ സന്ദർഭത്തിൽ ഏകദേശം ഏകപക്ഷീയമെന്ന് തോന്നുന്ന രൂപത്തിൽ, അഥവാ ഏകപക്ഷീയമല്ലെങ്കിലും ഇവർക്കൊന്നും മിണ്ടാൻ ഇല്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന എല്ലാം ഏറ്റുപറയുന്ന ശരിയാണ് എന്ന് സമ്മതിക്കുന്ന അവസ്ഥയിൽ ശിക്ഷ അവിടെ നടപ്പാക്കാൻ. വൈലുൻ യൗമഇദിൽ മുക്കദ്ദിബീൻ, സത്യനിഷേധികളായ ആളുകൾക്ക് തന്നെയാണ് വൈലെന്ന ഏറ്റവും നരകത്തിലെ ചൂടുള്ള ഭാഗം ലഭിക്കാൻ പോകുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ തരത്തിലുള്ള എല്ലാ പ്രയാസത്തിൽ നിന്നും ആ നിന്ദ്യത അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.